സഞ്ജയ്, ഇയാളെ കാണണമെന്ന് പറഞ്ഞേ. സാർ, എന്റെ പേര് വസന്ത് എന്നാണ്. 1 വർഷത്തിന് മുമ്പ് എന്റെ അമ്മയ്ക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് പൈസ ആവശ്യമായിട്ട് വന്നു. നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ലോണൊന്നും കിട്ടില്ലല്ലോ. അത് മാത്രമല്ല, 50 വയസ്സ് കഴിഞ്ഞാൽ ഇൻഷുറൻസും കിട്ടില്ല. വേറെ വഴിയില്ലാതെ കള്ള ഡോക്യുമെന്റ്സ് വെച്ച് ലോൺ സംഘടിപ്പിക്കേണ്ടി വന്നു. എന്നാൽ അഡ്മിറ്റ് ചെയ്ത് 1 ദിവസത്തിനകം മൊത്തം പൈസയും കൊണ്ട് ആരോ പോയി. സാർ, പൈസ പോയെങ്കിൽ പൊക്കോട്ടെ സാർ, പക്ഷെ എന്റെ അമ്മയെ രക്ഷിക്കാനായില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും സാർ? ഞാൻ ഇവരുടെ അടുത്ത കൗൺസിലിംഗിന് പോകുന്നത്. സാറിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ എത്ര പേര് പറ്റിക്കപ്പെടുമെന്ന് അറിയില്ല. വരട്ടെ സാർ. അവന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ ആരാണെന്ന് മനസ്സിലാവാതെ അവൻ സ്വയം കുറ്റപ്പെടുത്തുക. പക്ഷെ അവനെ പോലെ സഞ്ജയ് ഒരു സാധാരണക്കാരനല്ല. യു ആർ എ സോൾജർ. ആദ്യം നീ നിന്നെ പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. പിന്നെ ഫാമിലിയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. പ്രതികാരം ചെയ്യാനായി ഇതൊരു പേഴ്സണൽ ഇഷ്യൂ ആയി കരുതരുത്. പബ്ലിക് ഇഷ്യൂ ആണ്. അവൻ ആരാന്ന് അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. പ്രതികാരം ചെയ്യാനല്ല, നീതി നടപ്പാക്കാൻ. സാർ, 5 ലക്ഷം രൂപ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു ദിവസം എനിക്കൊരു മെയിൽ വന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് ഗിഫ്റ്റ് എല്ലാം വീട്ട് അഡ്രസ്സിൽ ഡെലിവർ ആകും, അതിനായി 50,000 രൂപ എക്സൈസ് ഡ്യൂട്ടിയായി എയർപോർട്ടിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇവിടെ നോക്കി കടം വാങ്ങിക്കൊണ്ട് അടച്ചു. അത് കഴിഞ്ഞാണ് സാർ എനിക്ക് മനസ്സിലായത് കസ്റ്റംസ് ഓഫീസ് എയർപോർട്ടിലെ അല്ലാന്ന്. എന്നെ ആരോ പറ്റിച്ചതാണ് സാർ. മാസം എന്റെ പെൻഷൻ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. 1 വർഷം മുമ്പ് ഡിജിറ്റൽ ഏജന്റ് വന്നിട്ട് പൈസ എല്ലാം ബാങ്ക് വഴി കിട്ടും, ഒരു ഒപ്പിട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. അതോടെ എല്ലാം തീർന്നു സാർ. പെൻഷൻ ഓഫീസിൽ ചെന്നാൽ ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയും, ബാങ്കിൽ ചെന്നാൽ പൈസ വന്നിട്ടില്ലെന്ന് പറയും. സാർ, ഈ പൈസയെല്ലാം ആരാ കൊണ്ടുപോകുന്നത്? സാർ, എന്റെ മകന്റെ പഠിപ്പിനായി രാപ്പകൽ കഷ്ടപ്പെട്ട് കുറിയൊക്കെ ചേർന്ന് 2 ലക്ഷം രൂപ സമ്പാദിച്ചു വെച്ചിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് പൈസ എടുക്കാനായി ഞാൻ ബാങ്കിൽ ചെന്നു. ഈ കാർഡ് ഉപയോഗിച്ച് പൈസ എടുത്തിട്ടുണ്ടെന്ന കമ്പ്യൂട്ടർ മെഷീൻ പറയുന്നതെന്ന് അവര് പറഞ്ഞു. വീട്ടിൽ വെച്ച ആരെങ്കിലും കട്ടോണ്ട് പോകുന്ന പേടിച്ച ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ടത്. എല്ലാ ATM സെർവർ മെഷീനിലും ഒരു സ്വിച്ച് ഉണ്ട്. ATMൽ പോയി നിങ്ങളുടെ കാർഡ് ഇട്ട് പിൻ നമ്പർ അടിക്കുന്നില്ലേ? അപ്പോ നിങ്ങളുടെ ബാങ്കുകാര് ഡീറ്റെയിൽസ് അറിയുന്നതിനായി ആ സ്വിച്ച് ഓപ്പൺ ചെയ്ത് നോക്കും. ആ ഗ്യാപ്പിൽ ഇങ്ങനെയുള്ള കള്ളന്മാർ 1 രൂപ 2 രൂപ 5 രൂപ നടിച്ചു മാറ്റും. നമ്മളെന്താ നമ്മുടെ ബാങ്കുകാരുടെ സർവീസ് ചാർജ് ആണെന്ന് വിചാരിച്ച് അത് ശ്രദ്ധിക്കാതെ വിട്ടുകളയും. മുൻപൊക്കെ പണം തട്ടിയെടുത്തിരുന്നത് മനുഷ്യനെ മനുഷ്യൻ പറ്റിച്ചിട്ടാണ്. പക്ഷെ ഇപ്പോ ആ മനുഷ്യരെ കമ്പ്യൂട്ടറാണ് പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഇവനൊക്കെ ഏത് നാട്ടിൽ എവിടെയൊക്കെ ഇരിക്കുന്നെന്ന് ആർക്കറിയാം. വേറെ വല്ല പണി നോക്ക്, അവനെയൊന്നും പിടിക്കാൻ. ഇത് ശരിയാവും തോന്നുന്നില്ലേ? പോയ കാശ് തിരികെ നമുക്ക് വേറെ വഴി നോക്കാം. എവിടായിരുന്നു ബ്രദർ? നിങ്ങൾ ബാഴ്സലോണ പോയി സെറ്റിൽ ആക്കണമെന്നാ ഞാൻ വിചാരിച്ചേ. എന്നിട്ട് ഇവിടെ ബാറുകാരൻ്റെ കൂടെ ചുറ്റി നടക്കണോ? പറ്റിയ സമയം. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പറ്റി ബ്രദർ? അക്കൗണ്ടിൽ നിന്ന് പൈസ കാണാതെ പോയി. എത്ര രൂപ? 10 ലക്ഷം. 10 ലക്ഷമോ? വെറുതെ സമയം കളയണ്ട, വാ പോവാം. ബ്രദർ, ഒരു ചെറിയ കാര്യമുണ്ട്, വാ സംസാരിക്കാം. വാ പറയാം. ഞാൻ ഈ ബാങ്കിന്റെ എംപ്ലോയിയാ. ഈ കാര്യം ആരോടും പറയാറില്ല, വേണ്ടപ്പെട്ടവരോട് മാത്രമേ പറയാറുള്ളൂ. പലർക്കും ഇവിടെ 30,000 40,000 ഒക്കെ കാണാതെ പോയിട്ടുണ്ട്. ബാങ്കിൽ വന്ന് ചോദിക്കും, പക്ഷെ ഒന്നും തിരിച്ചു കിട്ടില്ല. എന്നാൽ ബാങ്കിലെ സിസ്റ്റം റിപ്പയർ ചെയ്യാൻ റിച്ചി സ്ട്രീറ്റിൽ നിന്ന് സൽമാൻ എന്നൊരു പയ്യൻ വരും. അവൻ കുറച്ച് കമ്മീഷൻ എടുത്തിട്ട് ബാക്കി പൈസ എടുത്തു കൊടുക്കും. 10 ലക്ഷം എന്ന് പറയരുത്, പേടിച്ചു. ഒരു 50,000 എന്ന് പറഞ്ഞ് ചോദിച്ചു നോക്ക്. റിച്ചി സ്ട്രീറ്റിന്റെ ഉള്ളിൽ കടന്ന ഉടനെ 3ാമത്തെ കട സൽമാൻ സിസ്റ്റം റിപ്പയർ ആൻഡ് സർവീസ് എന്ന് ബോർഡ് കാണും. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞാൽ മതി. ഇത് തന്നെയാ. ഇവിടെ സൽമാൻ ഖാൻ ആരാ? ഞാനാ, പറയൂ. അൽകുമാർ പറഞ്ഞിട്ട് വന്നത് എന്റെ അക്കൗണ്ടിൽ നിന്ന്. ഒരു മിനിറ്റ് കടയൊന്ന് നോക്ക്. നിങ്ങൾ ഈ കടയിൽ വന്ന് അക്കൗണ്ട് പൈസ എന്നൊക്കെ പറയാമോ? ഇതൊക്കെ രഹസ്യമായിട്ട് പറയണ്ടേ? എത്ര രൂപയാ? 50,000. 50,000? വലിയ എമൗണ്ട് ആണല്ലോ. നമ്മുടെ പിള്ളേര് കൈകാര്യം ചെയ്തു തരും. ഒരു 35,000 തിരികെ കിട്ടും. എന്താ നിങ്ങൾ പറയുന്നത്? 50,000 പോയിട്ട് 35,000 തിരികെ കിട്ടുള്ളൂ? നിങ്ങളുടെ കാശ് തന്നെ അത്. നിങ്ങൾ കോർട്ടിൽ കേസിന് പോയാ 5 പൈസ തിരികെ കിട്ടും. എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഓക്കെ ആണോ അല്ലയോ? ഓക്കെ സർ. ഇവിടുന്ന് പുറകോട്ട് പോണം. നേരെ ലെഫ്റ്റ് പോയാൽ മിത്തു മൊബൈൽസ് എന്നൊരു കടയുണ്ട്. അവിടെ റോബർട്ട് എന്ന് പറഞ്ഞ് എന്റെ ഒരു പയ്യനുണ്ട്. അവന്റെ നമ്പർ നോട്ട് ചെയ്യ്. കടയിൽ ചെന്നിട്ട് ഫോൺ ചെയ്താൽ മതി. അവൻ അവിടെ ഒന്ന് കാണും. ഹലോ, അതെയോ? ശരി. എടാ, അളിയനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെന്ന്. എന്നാ അങ്ങോട്ട് വയ്ക്കോ, ഞാൻ നോക്കാം. ശരി, നീ ചെല്ലും. ചേട്ടാ, ഇതെന്താ വാങ്ങി ഒരാഴ്ചക്കകം തന്നെ ഡിസ്പ്ലേ പോകും. ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഒന്ന് റിപ്പയർ ചെയ്ത് എന്നോട് പറയണതിനാ? ഇതിന് വാറന്റി ഇല്ല, ഗ്യാരണ്ടി ഇല്ല, ഒന്നുമില്ല. കമ്പനി ഇത് തരുന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്ന? ശരി, നീ പോയിട്ട് നാളെ വാ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. ചേട്ടാ, റോബർട്ട്? അതെ, ഞാനാ റോബർട്ട്. സൽമാനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സൽമാൻ
ഇല്ല ചേട്ടാ, ആ കോംപ്ലക്സിലെ അകത്ത കട. എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തപ്പോ അയാളെ പറഞ്ഞു നിങ്ങൾ ഞാനാ ഇപ്പൊ ഇങ്ങോട്ട് ഫോൺ ചെയ്തത്. ചേട്ടൻ ഫോൺ കട്ട് ചെയ്തു. ഇല്ല, അങ്ങനെ ഒരു ഫോണൊന്നും വന്നില്ല. ചേട്ടൻ ഞാൻ ഇപ്പഴാണ് നിങ്ങളെ ഫോൺ ചെയ്തത്. ചേട്ടൻ അത് കട്ട് ചെയ്യുകയും ചെയ്തു. ഇല്ല, അങ്ങനെ ഫോണൊന്നും വന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സാർ അവനല്ലെന്ന് പറഞ്ഞില്ലേ, ചുമ്മാ എന്ന് സമയം കളയാതെ പോകാൻ നോക്ക്. ഒരു സാംസങ്ങിന്റെ ചാർജറിങ് എടുത്തോടാ അത്. സാർ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിയത്തില്ലാന്ന്. രാവിലെ തന്നെ സൽമാൻ എന്ന് പറഞ്ഞ് മെനക്കെടുത്താനായിട്ട് വേറെ പണിയൊന്നും ഇല്ലാണ്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. ആരാന്ന് പറഞ്ഞോ, കട മാറിപ്പോയതായിരിക്കും. ഓരോന്ന് ഇറങ്ങിക്കോളും. ആ ശരി, മോഡൽ നമ്പർ ഏതാന്ന് പറഞ്ഞേ? അതല്ലേ മെസ്സേജ് അയച്ചത്. മെസ്സേജ് ഒന്നും വരണ്ട എന്റെ ഫോണിൽ. ഇപ്പൊ അളിയൻ കാശ് എടുത്തില്ലേ, അതോടനെ മെസ്സേജ് ആയിട്ട് അളിയന്റെ ഫോണിൽ വരും. സാർ എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷനാ, നിങ്ങൾ അറിയാതെ പിന്നെ എങ്ങനെയാ? ചേട്ടാ, ഈ ഫോണില് SMS ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? എന്തെന്ന്? എന്റെ ഫോണില് SMS ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. എന്റെ ഫോണില് ബാങ്കിൽ നിന്നുള്ള SMS വരാതെ block ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും സാർ? നടക്കില്ല സാർ. എന്റെ കടയിലേക്ക് വാ സാർ. ഈ സ്ട്രീറ്റിന്റെ എൻഡിൽ ഒരു പെട്ടിക്കടയുണ്ട്, അങ്ങോട്ട് വാ സാർ. ഒരു സ്ട്രോങ് ടീ. പറയൂ സാർ, നിങ്ങളുടെ നമ്പറാണോ നിങ്ങളുടെ വൈഫിന്റെ നമ്പറാണോ? മനസ്സിലായില്ല. അല്ല സാർ, നമ്മുടെ അടുത്ത് വരുന്ന പാർട്ടികളെല്ലാം ഭാര്യയുടെ കൂടെ ജോയിന്റ് അക്കൗണ്ട് കേസ് ആയിരിക്കും. അവർക്കറിയാതെ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയാ. നിങ്ങളുടേത് എങ്ങനെയാ? എന്റെ സ്വന്തം നമ്പറാ. ഒരു 15,000 രൂപ ചിലവാകും സാർ. 15,000? അതെന്താ സാർ 15,000 എന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയോ? ഇതിൽ കുറച്ച് ആരും ഇതൊന്നും ചെയ്തു തരില്ല. ഉറപ്പായിട്ടും SMS ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സാർ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ. സാറിനൊരു ചായ കൊടുക്ക്, ഞാനിപ്പോ വരാം ചേട്ടാ. ചേട്ടാ, ഒരു പാർട്ടി വന്ന് മെസ്സേജ് ബ്ലോക്ക് ചെയ്യുന്നു ചോദിക്കുന്നു, കൊണ്ടുവരട്ടെ? എന്തിന് വേണ്ട, നാളെ വരാൻ പറ. കണ്ടിട്ട് ആളൊരു പാവമാണെന്ന് തോന്നുന്നു ചേട്ടാ. പോക്കറ്റിൽ 15,000 രൂപ വെച്ചോണ്ട് നിൽക്കുന്നു. ചായ കുടിപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുക. പാർട്ടിയുടെ സ്വന്തം അക്കൗണ്ട് തന്നെയാ. ഞാൻ എല്ലാം ചെക്ക് ചെയ്തതാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരി, എവിടെയാ നിൽക്കുന്നത്? ദാ നമ്മുടെ കടയിൽ തന്നെയുണ്ട്. എടാ, എവനെതിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടതാ. പരിചയമില്ലാത്ത ആൾക്കാരെ കൂട്ടി വരുന്നത് പല പ്രാവശ്യം നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്നെ കൊണ്ട് കുഴിച്ചടിക്കാനാണോടാ റോഡിൽ കൂടെ ആര് പോയാലും വിളിച്ചോണ്ട് വരുന്നേ? എന്താ സാർ, SMS ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. ഇവൻ പറഞ്ഞല്ലോ സാർ, അവൻ ചായ വെക്കുന്ന പയ്യന, അവൻ എന്തറിയാം മൊബൈലിനെ പറ്റി. പോടാ. ശരി, ഫോൺ കോൾസ് ടാപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. പറ്റില്ലേ? ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ സാർ. പോകാൻ നോക്ക്. ഹലോ സൈമ, ഇവിടെ ഒരുത്തൻ വെറുതെ സീനുണ്ടാക്കാൻ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്, 5 പേരെ കൂട്ടി നമ്മുടെ സ്ട്രീറ്റിലോട്ടൊന്ന് വാ. ഇടിച്ചവന്റെ പരിപ്പളക്കണം. ഹലോ സൈമ, നീ ഒരു 10 പേരെ കൂടെ കൂട്ടിക്കോ. അവനെ കൊന്ന് വലിച്ചു കീറണം. അവനെന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. സൈമ, നീ വരുന്നില്ലടാ. അവനെന്റെ തൊട്ടടുത്തെത്തി. ആ മൊട്ടശേഖരനെ ഉറപ്പായിട്ടും കൊണ്ടുവരണം. ഇന്നിവനെ തല്ലിക്കൊല്ലണം. ഈ റോഡിലിട്ട് എന്നെ കത്തിക്കണം. വന്ന സ്ഥലം നിനക്ക് മനസ്സിലായില്ലേ? പോ. സൈമ, എടാ, ഇത്രയും നേരം നീക്ക് എവിടെ ആയിരുന്നടാ? ഇത്രയും താമസം എന്താ? ഞാൻ വന്നല്ലോ, പിന്നെന്താ? എടാ പോടാ. ഇതെന്താടാ നിങ്ങൾ രണ്ടുപേരും